നമസ്കാരം, ചാനൽ ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നേര്യമംഗലം പാലം മുതൽ വാളറ വരെയുള്ള പ്രദേശത്തെ ദേശീയപാതയരികിലെ അപകടകരമായ 259 മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന സംഭവത്തിൽ ഇതുവരെ നടപടി സ്വീകരിക്കാത്ത വനംവകുപ്പ് അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. ഇതിനിടയിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസിൽ ദേശീയപാതയുടെ വശങ്ങളിലുള്ള സ്ഥലങ്ങൾ വനംവകുപ്പിന്റേതല്ല എന്ന നിലപാടാണ് വനംവകുപ്പ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞയാഴ്ച അടിമാലി സ്വദേശിയായ അലി എന്നയാൾക്ക് വിവരാവകാശ പ്രകാരം നൽകിയ മറുപടിയിൽ ദേശീയപാതയുടെ ഇരുവശവും വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണെന്നും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി ആവശ്യമാണെന്നും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വിവരാവകാശ മറുപടിയിലൂടെ മറുപടി നൽകിയിരുന്നു. ഇതേ തുടർന്ന് വിവാദം കൊഴുക്കുകയാണ്. സംഭവം കോടതി അലക്ഷ്യമാണെന്നും അടിയന്തര നടപടിയുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും ഹൈവേ സംരക്ഷണ സമിതി കൺവീനർ PM ബേബി പറഞ്ഞു. ഈ മാസം 17-ന് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുമെന്നും PM ബേബി വ്യക്തമാക്കി. നേര്യമംഗലം വനമേഖലയിൽ കൂടി കടന്നു പോകുന്ന NH-85-ൻ്റെ അരികിലുള്ള അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിറങ്ങിയിട്ട് 2 മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും കാലമായിട്ടും ഈ മരങ്ങൾ മുറിച്ചു നീക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടില്ല. ശ്രീമതി ഷീബ ജോർജ് ഇടുക്കി കളക്ടറായിരുന്ന അവസാന ദിവസങ്ങളിൽ DFO ആയിരിക്കും ഇനിയൊരു അപകടമുണ്ടായാൽ ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് അടിയന്തരമായി അപകടകരങ്ങളായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് ദുരന്ത നിവാരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലിട്ട ഉത്തരവിന് പുല്ലുവിലയാണ് DFO കൽപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ അടുത്ത ദിവസം ഈ കഴിഞ്ഞ 5, 6, 7 തീയതികളിൽ ഏതാണ്ട് 5-10 മരങ്ങളുടെ ചില്ലകൾ മുറിച്ചു മാറ്റിക്കൊണ്ട് ഈ ഉത്തരവിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയും ഉദ്യോഗസ്ഥന്മാർ രഹസ്യമായി ഇങ്ങനെ ഒരു മരം മുറിക്കാൻ ഞങ്ങൾ തയ്യാറില്ല എന്നുള്ള രീതിയിൽ തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള പല ആളുകളോടും സംസാരിച്ചതായിട്ട് അറിയുകയാണ്. ഈ നിലപാട് തുടരുന്ന DFO വിവരാവകാശ നിയമപ്രകാരം കൊടുത്ത മറുപടിയിൽ 259 അപകടകരമായ മരങ്ങൾ ആ റോഡരികിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ മരങ്ങൾ മുറിക്കുന്നതിന് വേണ്ടി അടിമാലി ഗ്രാമപഞ്ചായത്തിനാണ് അധികാരമുള്ളതെന്നും എന്നാൽ അധികാരമുള്ള ഗ്രാമപഞ്ചായത്ത് ഇതുവരെയും യാതൊരു അപേക്ഷയും വനം വകുപ്പിന് നൽകിയിട്ടില്ല എന്നും വിവരാവകാശ രേഖയിൽ തന്നെ അറിയിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ആ വിവരാവകാശ രേഖയിൽ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം വനം വകുപ്പിനാണെന്ന് അക്കമിട്ട് 2-3 പോയിന്റുകളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇത് കൃത്യമായ കോടതി അലക്ഷ്യ നടപടി നേരിടാൻ കഴിയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം വിവരാവകാശ രേഖയിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം 100 അടി വീതിയിലുള്ള ഈ റോഡിൻ്റെ ഇരുവശവും വനംവകുപ്പിന് യാതൊരുവിധ അവകാശങ്ങളും ഇല്ല എന്നും ഇത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡാണെന്നും ആ റോഡിൻ്റെ ഇരുവശവുമുള്ള അധികാരം വനംവകുപ്പിന് ഇല്ലാത്തതുകൊണ്ട് അവിടെയുള്ള അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് മാറ്റിക്കൊണ്ട് ആ റോഡിൻ്റെ വികസനത്തിനാവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം, യാതൊരു തടസ്സങ്ങളും ഉണ്ടാക്കാൻ പാടില്ലെന്ന് മെയ് 28-ൻ്റെ ഹൈക്കോടതി വിധി നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ DFO ഈ മേഖല മുഴുവൻ വനം വകുപ്പിൻ്റെ അധീനതയിലാണെന്ന് വിവരാവകാശ രേഖ അപേക്ഷകന് കൊടുത്തിരിക്കുന്നത്. ഇത് തികച്ചും കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അവഹേളിക്കുന്നതും കോർട്ടലക്ഷ്യ നടപടി ക്ഷണിച്ചു വരുന്നതുമായ നടപടിയാണ്. ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ കൊടുത്തിട്ടുള്ള ആ ഉത്തരവിനെ പുല്ലുവില കൽപ്പിക്കുന്ന നിയമവിരുദ്ധ നടപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഈ നിലയിലുള്ളൊരു ഉദ്യോഗസ്ഥൻ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തലപ്പത്ത് DFO ആയി ഇവിടെ ഇരിക്കുകയാണെന്ന് പറയുമ്പോഴാണ് വിരോധാഭാസമായി നമുക്ക് തോന്നുന്നത്. ഈ നിയമവിരുദ്ധ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ദേശീയപാത സംരക്ഷണ സമിതി മുന്നോട്ട് പോകും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയാണ്. തുടർച്ചയായി വാർത്തകളും വിശേഷങ്ങളും ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ ചുവടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.